ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷം കഴിഞ്ഞാൽ അത് 5 മടങ്ങാകും. അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലാണ്? അപ്പു അമ്മ. നമുക്ക് അപ്പു അമ്മ, അപ്പു അമ്മ. ഇനി ഇപ്പോഴത്തെ കാര്യമാണ് ആദ്യം പറയണം. ഇപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങ്, അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങ്. അപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് നമ്മൾ എക്സ് എടുത്താൽ അപ്പുവിൻ്റെ വയസ്സിൻ്റെ 9 മടങ്ങാണ് അമ്മയുടെ വയസ്സ്, 9x. ഇനി എന്താ പറയണത്? 3 വർഷം കഴിഞ്ഞാൽ, 3 വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 3 വർഷം കഴിയുമ്പോൾ എന്താ? ഓരോരുത്തരുടെയും വയസ്സ് 3 കൂടും. 3 വർഷം കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും വയസ്സ് 3 കൂടും. അപ്പുവിൻ്റെ വയസ്സാവും എന്താവും? x+3 ആവും. അമ്മയുടെ വയസ്സ് എന്താവും? 9x + 3. ഇത് 3 വർഷം കഴിയുമ്പോഴത്തെ കാര്യമാണ്. ഇത് തമ്മിൽ നമുക്കൊരു ബന്ധം തരുന്നുണ്ട്. എന്താണ്? 3 വർഷം കഴിഞ്ഞാൽ ഇത് 5 മടങ്ങാകും. ഏത്? അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പുവിൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് എഴുതുക. എത്രയാണ്? x+3 അതിൻ്റെ 5 മടങ്ങ്, 5 കൊണ്ട് ഗുണിക്കുക. അതായിരിക്കും ആരുടെ വയസ്സ്? അമ്മയുടെ വയസ്സ്. 9x + 3. 5 കൊണ്ട് 2 ഗുണിക്കുക. 5x 5 × x 5x 5 × 3 15 = 9x + 3. എക്സ് എല്ലാം ഒരു ഭാഗത്ത്, സംഖ്യകളെല്ലാം മറുഭാഗത്ത്. ഇവിടെ നമുക്ക് 15 ഉണ്ട്. ആ 3 കൂടെ എടുത്തു. -3 സമം ഇവിടെ എന്തുണ്ട്? 9x. ഈ 5x അങ്ങോട്ട് പോയി -5x. ഇത് കുറയ്ക്കുമ്പോൾ 12 സമം ഇവിടെ കുറയ്ക്കുമ്പോൾ 4x. x സമം എന്ത് വരും? 12/4 3 എന്ന് കിട്ടി. നമുക്ക് എക്സിൻ്റെ വില കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ രണ്ടുപേരുടെയും വയസ്സ് എഴുതുക. അപ്പുവിൻ്റെ വയസ്സ് എക്സ് ആണ്. ഇപ്പോഴത്തെ അപ്പുവിൻ്റെ വയസ്സ് എക്സ്, അതായത് അപ്പുവിൻ്റെ വയസ്സ് എത്രയാണ്? 3. അപ്പോൾ അമ്മയുടെ വയസ്സ് എന്താവും? അതിൻ്റെ 3 മടങ്ങ് എത്ര വരും? 27. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ രണ്ടുപേരുടെയും വയസ്സ് കണ്ടുപിടിച്ചു. എന്താ ചോദ്യം? അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? അമ്മയ്ക്ക് അപ്പുവിനേക്കാൾ എത്ര വയസ്സ് കൂടുതലുണ്ട്? 3 കൂടെ 24 കൂട്ടിയാൽ 27 ആവുക. അപ്പോൾ ഉത്തരം 24.